നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ ചേട്ടാ നിങ്ങൾക്ക് വിസ്മയ അരുന്ധതി മേഡം വന്നിരിക്കുന്നു. അങ്ങോട്ട് ചെന്നേ. നമസ്കാരം. നമസ്കാരം. അകത്തേക്ക് വരൂ. 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 ഹലോ മേഡം. വിസ്മയ. വിസ്മയ. വിസ്മയ വീണ്ടും കാണാൻ പറ്റിയ സന്തോഷം. വിസ്മയുടെ പാട്ട് കേൾക്കാന്ന് കരുതിയ തിരക്കെല്ലാം മാറ്റിവെച്ച് ഞാൻ വന്നത്. അതിന് ഇവിടെ മോളെ പാടുന്നില്ലല്ലോ. അത് പറഞ്ഞാൽ പറ്റില്ല. ചടങ്ങിന് വിസ്മയുടെ പാട്ട് കാണുമെന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞുപോയി. അതെ, വിസ്മയ ചേച്ചി ഇപ്പൊ ഒരു പാട്ട് പാടുവോ? ഞങ്ങളുടെ ആഗ്രഹമാ. ഈശ്വര, വല്ലാത്ത ഒരു കുരുക്കിലാണല്ലോ വന്ന് അകപ്പെട്ടിരിക്കുന്നത്. വിസ്മയ പാടണം. വിസ്മയ മടിക്കണ്ട, പാട്ട് പാടിക്കോ, ഞങ്ങളും കേക്കട്ടെ. എല്ലാവരുടെയും ആഗ്രഹമല്ലേ വിസ്മയ? ഒരു പാട്ട് പ്ലീസ്, അത് മതി. പാട് വിസ്മയ. പ്ലീസ് ഒരു നിമിഷം, ഇപ്പൊ വരാം. വന്നേ. പാട്ട് ഏതാന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയതാവും. മമ്മി, ഇതാകെ പ്രശ്നമാവില്ലേ? ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഇങ്ങനെ വിളിച്ചത് ഞാനും പ്രതീക്ഷിച്ചില്ല മോളെ. എല്ലാവരും അത്ര റിക്വസ്റ്റ് ചെയ്ത് പറയാം. പാടിയില്ലെങ്കിൽ വിസ്മയ അഹങ്കാരിയാണെന്ന് പറയും. ഒക്കെ ശരിയാ, പക്ഷെ പാടാൻ നമ്മൾ എന്ത് ചെയ്യും? മമ്മി, എങ്ങനെയെങ്കിലും നമുക്ക് ശ്യാമയെ വരുത്താം. നടക്കാത്ത കാര്യം എന്തിനാ പറയുന്ന മോളെ? ഇനി എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും ശ്യാമ വരില്ല. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും ടീച്ചര? നീ ധൈര്യമായിട്ട് നിൽക്കും മോളെ. അവര് നിർബന്ധിക്കുമ്പോ സുഖമില്ല, തൊണ്ട വയ്യ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിന്നു പറ്റാം. അമ്മയല്ലേ നിന്റെ കൂടെയുള്ളേ. നമ്മളിവിടെ അധിക നേരം സംസാരിച്ച് നിന്നാ പറ്റില്ല. വാ, ശരിക്കും അസുഖം അഭിനയിച്ചോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. വാ. ചടങ്ങിനുള്ള മുഹൂർത്തമായി, തുടങ്ങാം. ആ, ചടങ്ങ് നടക്കട്ടെ, ഒപ്പം വിസ്മയുടെ പാട്ടും. എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ എനിക്ക് പാട്ട് പാടാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്റെ തൊണ്ട ഒട്ടും സുഖമില്ലാത്ത അവസ്ഥയിലാ. കഴിഞ്ഞ വീക്കിൽ സിംലയിലൊരു മ്യൂസിക് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഓപ്പൺ സ്റ്റേജ് പ്രോഗ്രാം. അവിടെ വലിയ തണുപ്പല്ലേ, പെട്ടുപോയി. ആ, അതെ അതെ, ശരിയാ. ഫ്ലൈറ്റിൽ നാട്ടിലെത്തിയപ്പോ മുതല് ചെറിയ പനിയും തൊണ്ടയ്ക്ക് പ്രശ്നവും. വല്ലാത്ത അവസ്ഥയായിപ്പോയി. ഇത് ചെറിയ ഫംഗ്ഷൻ അല്ലേ, ശബ്ദം കുറച്ച് പാടിയാ മതി. പറ്റില്ല പറ്റില്ല,
നെക്സ്റ്റ് വീക്ക് ദുബൈയിൽ മലയാളി അസോസിയേഷന്റെ ഒരു പ്രോഗ്രാമാ. ഇപ്പോഴേ തൊണ്ട സൂക്ഷിക്കണം. മോളെ ശ്യാമ, ശ്യാമ എന്റെ മകന്റെ ഭാര്യ. എന്റെ മോളാ. ഇതാരാ? വരൂ അച്ഛാ. കേറി വരൂ. ദേവകിയെ, ദേവകിയെ, നമസ്കാരം പറഞ്ഞു സാർ. നമസ്കാരം. മോളെ ഇവിടെ വെച്ചാ കണ്ടേ? ശ്യാമ പോയ ഫംഗ്ഷൻ ഞാനും ഉണ്ടായിരുന്നു. ആഹാ, കുളിക്കാൻ സംഭാരം എടുക്കട്ടെ? വേണ്ട, അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാ ഞങ്ങൾ ഇറങ്ങിയ. അല്ലെങ്കിൽ തന്നെ ഞാൻ നല്ലൊരു പാട്ട് കേട്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുക. എന്ത് ഗംഭീരമായിട്ടാണ് ശ്യാമ പാടിയത്. എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. അതിന് മോളവിടെ പാടിയോ? പാടി, അത്രയ്ക്ക് നന്നായിട്ട് പാടി. എന്തൊരു സ്വരമാധുരി. സത്യത്തിൽ ശ്യാമ എന്റെ മകന്റെ ഭാര്യ എന്ന് പറയുന്നതിൽ ശരിക്കും എനിക്ക് അഭിമാനം തോന്നുന്നു. ആ പാട്ട് എന്റെ മനസ്സിനെ ഇപ്പോഴും ഇങ്ങനെ സന്തോഷിപ്പിക്കുകയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.